உங்களோடும் என்றும் இருப்பதாக. ஆண்டவரின் സമാധാനത്തെ അനേവരോടും പകിർന്നു കൊള്ളുമ്പോൾ. 2 പതിറ്റാണ്ട് മുൻപ് ക്രിസ്തുമസ് രാത്രി കഴിഞ്ഞുള്ള പകൽ, അന്നും കന്യാകുമാരിയുടെ ഈ കടപ്പുറത്ത് സൂര്യോദയം കാണാൻ ആളുകൾ എത്തിയിരുന്നു. പെട്ടെന്ന് ശാന്തമായി അലയടിച്ചിരുന്ന കടൽ പിന്നോട്ട് വലിഞ്ഞു. പിന്നെ കണ്ടത് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തം. விவேகானந்தர் ராக் வரைக்கும் ஒரு வெள்ளம் கிடையாது. எங்களோட வயசான ஆட்கள் வந்து இந்த பக்கமாக போய் நடந்து போய் இந்த லாப்சர் அது அந்த மீன் அதெல்லாம் பிடிச்சி கொண்டு வராங்க. அப்படி இருக்கும்போது இன்னொரு 3/4 மணி நேரம் கழிஞ்சிருக்கும் ஒரு கடல் பொங்கி வருது. அந்த கடல் பொங்கி வரக்கூடிய நேரம் பொங்கி வந்தோன்னே எல்லா மக்களுமே ஓடுறாங்க மேலே. அந்த திருவள்ளுவர் சிலை இருக்குல்ல, அந்த சிலை பக்கத்துலேருந்து அந்த சிலை அந்த அடிவாரம், அதுக்கப்புறம் 2-3 அலை வந்துக்கிட்டு போனதுக்கு பிறகு ஒரு அலை வந்தது. அந்த அலை தான் திருவள்ளுவருடைய இந்த இதில் இதுவரைக்கும் வந்தது. കന്യാകുമാരിയിലെ കുളച്ചൽ, കൊട്ടിൽപ്പാട്, മണക്കുടി അട്ടഹസിച്ചെത്തിയ തിരമാല കരയെ ഒന്നടങ്കം കൈപ്പിടിയിലൊതുക്കി തിരികെ പോയി. സുനാമിയുടെ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന നിരവധി ഗ്രാമങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അതിലൊന്നാണ് മണക്കുടി. അത് മണക്കുടിയിലെ പഴയ പാലം സുനാമി വന്ന് തകർത്തു. പാലത്തിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്, മറ്റൊരു ഭാഗം അങ്ങ് അക്കരെ കാണാം. നടുഭാഗം ഈ വെള്ളത്തിൻ്റെ അടിയിലാണ്. வெள்ளம் வந்தப்போ மக்கள் ரட்சப்பட்டதுக்கு முழு காரணம் இப்படி ஒரு காயல் இருந்ததுனால. இந்த காயல் தான் இந்த வந்த அவ்வளோ வெள்ளத்தையும் பிடிச்சி இழுத்து எடுத்ததுனால இந்த மணக்குடி ரட்சப்பட்டு. பின்ன ஏகப்பட்ட இடம் வீடெல்லாம் ஒரு 7 அன்பியத்தில் உள்ள வீடு ஒரு வீடு பாய்க்கு இல்லாமல் அடித்து தகர்த்து போட்டது. 2 மாடி வீட்டு வரைக்கும் முங்கி நின்று അതിൻ്റെ മുകളിൽ ஒரு வள்ளம் அதுக்கு மேலே உட்கார்ந்துருந்து. രാക്ഷസത്തിരാഞ്ഞടിച്ചു. സ്തബ്ധരായി നിന്നു ജനങ്ങൾ. കടൽ കരയിലെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ നിലവിളികൾ മാത്രമായിരുന്നു ബാക്കി. 414 പേർ ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മണ്ണിനടിയിലാണ്. ഫുള്ളും വെള്ളം, സ്ഥലം മൊത്തം മുങ്ങി, തെങ്ങിന് വരെ വെള്ളമുണ്ട്. ഒരാളെ രക്ഷപ്പെടുത്തി, പക്ഷേ കൈ കിട്ടിയവർ മാത്രം രക്ഷപ്പെടുത്തി, ബാക്കിയുള്ളവർ എല്ലാം പോയി. കരച്ചില കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് ഇങ്ങനെ ഒരു കടൽ വരുവാ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടില്ല, ഇതേപോലത്തെ ഒരു കടൽ. 20 വർഷമാകുമ്പോഴും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഇതിനു മുമ്പ് സുനാമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, സുനാമി വന്നതും ഞങ്ങൾക്ക് അറിയാതിരുന്നു. ഇപ്പോഴും പെട്ടെന്ന് അങ്ങനെ സുനാമി വന്നു പോയാൽ അറിയേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഈ ഭാഗത്ത് ചെയ്തിട്ടില്ല. സുനാമി ഓർമ്മകളിൽ നീറിക്കഴിയുന്നവർ നിരവധിയാണ്. ഇനിയും പഴയതുപോലെ ആയിത്തീരാത്ത, ആവില്ലെന്നുറപ്പിക്കുന്ന സുനാമി നഷ്ടങ്ങൾ തീരാനോവായി അവശേഷിക്കുന്നു. ആ ഓർമ്മകൾക്ക് ഒരിറ്റ് കണ്ണീർ. പ്രേംശശിക്കൊപ്പം ടി സരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, കന്യാകുമാരി.